ഒക്ടോബർ 2 കാവൽ മാലാഖമാരെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. മനുഷ്യന്റെ സൃഷ്ടികർമ്മം നടത്തുന്നതിനു മുമ്പ് ദൈവം നടത്തിയ സൃഷ്ടികർമ്മമാണ് മാലാഖമാരുടേത്. ദൈവത്തിന്റെ ദൂതന്മാർ എന്ന രീതിയിലാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ദൈവദൂതന്മാരെ പറ്റി വ്യക്തമായ പരാമർശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ സന്ദേശവാഹകരും മനുഷ്യനെ സംബന്ധിച്ചുള്ള അവരുടെ സംരക്ഷകരുമായിട്ടാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പൊതുവിൽ കരുതാം. അവരുടെ എണ്ണം എത്രയാണ് എന്ന് മനുഷ്യർക്ക് ഇനിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു തന്നെ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്നുണ്ട്, 12-ലേറെ വ്യൂഹം മാലാഖമാരെ അയച്ച് എന്നെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കയില്ലെന്നാണോ നീ വിചാരിക്കുന്നതെന്ന് പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാലാഖമാരുടെ എണ്ണം അസംഖ്യമായിരിക്കണം. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ സംരക്ഷണ ചുമതലയും ദൈവത്തിന്റെ സന്ദേശവും അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൂതന്മാരുമായിട്ട് ഓരോ മാലാഖയെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ മാലാഖ ആയിരിക്കും ഓരോ വ്യക്തിക്കും നന്മ ചെയ്യുന്നതിനുള്ള പ്രേരണ നൽകുകയും തിന്മയിൽ നിന്ന് അകന്നിരിക്കാൻ വേണ്ട പ്രേരണകൾ മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. എന്നാൽ തിന്മയിൽ നിന്ന് അകന്നിരിക്കാനുള്ള പ്രേരണ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ തിന്മ ചെയ്യാൻ ഇടവരുമ്പോൾ മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ദൈവദൂതന്മാർ ദുഃഖിതരായി ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ പ്രതിനിധീകരിക്കേണ്ടി വരുന്നതായിരിക്കും എന്നുള്ളതും സഭയുടെ പൊതുവിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നീങ്ങാൻ ഇടവരികില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പല മാലാഖമാരെയും പരാമർശിക്കുന്നതായിട്ട് നാം കാണുന്നു. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ തുടങ്ങിയവര് മാലാഖമാരുടെ ഗണത്തിൽ മുഖ്യന്മാർ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ദൗത്യങ്ങളും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. മിഖായേലിന് സഭയുടെ പൊതു സംരക്ഷണ ചുമതല ആണെങ്കിൽ ഗബ്രിയേലിന് ദൈവത്തിന്റെ സന്ദേശവാഹകൻ എന്ന രീതിയിലും റാഫേല് ദൈവത്തിന്റെ സൗഖ്യം വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുന്ന ആ ദൗത്യത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്തായാലും ഓരോ വ്യക്തിയെയും ദൈവം തന്റെ ദൂതന്മാർ വഴി സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സഭയുടെ പൊതുവിശ്വാസം നമ്മെ സംബന്ധിച്ച് വളരെ ആശ്വാസപ്രദമാണ് ഒരു തരത്തിൽ. അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അനുസ്മരിപ്പിക്കാനും ഇടവരുന്നുണ്ട്. സജീവമായ രീതിയിൽ കാവൽ മാലാഖ എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നാം സന്നിവേശിപ്പിച്ച് ജീവിക്കാൻ ഇടവരുന്നു എന്ന് വരികിൽ നമ്മുടെ ജീവിതം കുറേയും കൂടിയും ഫലവത്തായ രീതിയിലും ഉപകാരപ്രദമായ രീതിയിലും നടത്താൻ ഈ ചിന്ത നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ കാവലിനായി, നമ്മുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ കാവൽ മാലാഖയോട് ദിനംപ്രതി നാം കടപ്പെട്ട്, നാം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടാകുന്നത് നമ്മുടെ സുഹൃത ജീവിതത്തിന് ഉപകരിക്കും എന്നുള്ളതിൽ തർക്കമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.